ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് വിദേശ വ്യവസായിയുടെ മൊഴി. ശബരിമലയിൽ നിന്ന് സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് വ്യവസായി മൊഴി നൽകിയത്. അതേസമയം നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI ഹൈക്കോടതിയിൽ ഇന്ന് നിലപാട് അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിമുടി ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് വിദേശ വ്യവസായിയുടെ മൊഴി. 2019-20 കാലഘട്ടങ്ങളിലായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയെന്നാണ് മൊഴി. സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഈ കച്ചവടത്തിന്റെയും ഇടനിലക്കാരൻ. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു. തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഡി മണിക്കുമൊപ്പം ശബരിമലയിലെ ഒരു ഉന്നതൻ കൂടി പങ്കെടുത്തെന്നാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വ്യവസായിക്ക് സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കാര്യങ്ങൾ അറിയാമെന്ന് വെളിപ്പെടുത്തിയത്. പിന്നാലെ ചെന്നിത്തലയുടെയും വ്യവസായിയുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയായിരുന്നു. വ്യവസായിയുടെ മൊഴി SIT പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതേസമയം പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധനയ്ക്കാണ് നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ കടന്നാക്രമണം ശക്തമാക്കിയ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു. കൊള്ളക്കേസിൽ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും അത് നിർത്തിയില്ലെങ്കിൽ പേരുകൾ പുറത്തുവിടുമെന്നും VD സതീശന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. പ്രതിപക്ഷത്തെ വടിയെടുത്ത് തിരിച്ചടിക്കാനാണ് CPIM ശ്രമം. ഉണ്ണികൃഷ്ണൻ പോറ്റി UDF നേതാക്കൾക്കും സോണിയാഗാന്ധിക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ ഉയർത്തിയാണ് പ്രതിരോധം. സ്വർണ്ണക്കൊള്ളക്കാരനെ കൊണ്ട് സ്വന്തം പാർട്ടി അധ്യക്ഷന് രക്ഷകെട്ടിച്ചവർ മറുപടി പറയട്ടെ എന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ തിരിച്ചടി. സോണിയാഗാന്ധിയുടെ അടുത്ത് നിരവധി പ്രാവശ്യം എന്തിന് ഈ പോറ്റി പോയി, ഇത്രയും കള്ള പോറ്റി എന്തിന് നൂല് കെട്ടാൻ വേണ്ടി പോയി? രാഖിയല്ല ശത്രു സംഹാര, ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടിയുള്ളൊന്നുമില്ല. അതിനെപ്പറ്റി ആദ്യം പറയട്ടെ. അതിനിടെ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ കേസന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI നിലപാട് അറിയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിലാണ് CBI അഭിപ്രായം അറിയിച്ചത്. റിമാൻഡിൽ കഴിയുന്ന റൊദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് നിലപാട് തേടി. ജാമ്യ ഹർജി ഡിസംബർ 30-ന് പരിഗണിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.